ചുരൽമലയിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, അവിടെ വലിയ മഴ പെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, പശു ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? ഇത് നേരത്തെ ഇവിടെ വീടൊക്കെ നഷ്ടപ്പെട്ട ആളുകളുടെ കുറച്ചു പേരുടെ ഫാമും അതുപോലെ പശു വളർത്തലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പശുവാണോ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്? അതിനെ രക്ഷിക്കാനുള്ള ശ്രമം എങ്ങനെ നടക്കുന്നു? ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറിലധികം പെയ്യുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് പശുക്കൾ ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഇത്രയും ഒഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 മണിക്കൂർ ശക്തമായ മഴ പെയ്തതോടുകൂടി പുഴയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒഴുക്കിന്റെ 2 ഇരട്ടിയിലാണ് ഇപ്പോൾ ഒഴുകുന്നത്. എല്ലായിടങ്ങളിൽ നിന്നും വെള്ളം അതിശക്തമായി പുഴയിലൂടെ ഒഴുകി പോകുന്നു. ഇപ്പോൾ ബെയിലി പാലത്തിന് സമീപം ആദ്യം നിർമ്മിച്ച നടപ്പാലം അത് പൂർണ്ണമായും അത് തകർന്നിട്ടുണ്ട്. അതിനടുത്താണ് ഇപ്പോൾ ഒരു പശു കുടുങ്ങിക്കിടക്കുന്നത്. നേരത്തെ ഒരു കിടാവ് ഒലിച്ചു പോയിരുന്നു. ആ കിടാവ് ഇപ്പോൾ കരക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പശു ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അതിസാഹസികമാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പുഴയുടെ ഒഴുക്കിൽ നിന്നും ഇരട്ടി ശക്തിയിലാണ് ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു ദുരന്തം നടന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ സാഹസികമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതിസാഹസികമായി കയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പശുവിനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത്. നമുക്ക് ഒരു നിമിഷം അതൊന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്കത് വീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. തന്നെയാ ഒരുപക്ഷെ പശുവിന്റെ കാല് ആ പാലത്തിൽ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ അത് ഒഴുകി പോകേണ്ടതാണ്. അത്രയും ഒഴുക്ക് ഈ ഒരു മേഖലയിലുണ്ട്. ആ പാലത്തിനോട് ചേർന്നുകൊണ്ട് പശുവിന്റെ കാല് കുടുങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം വളരെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് സാഹസികമായിക്കൊണ്ട് പശുവിനെ കയറിട്ട് കരയിലേക്ക് കയറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമാണ്. ഒഴുക്ക് അതിന്റെ ഇരട്ടിയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന പുഴയുടെ ഒഴുക്കിൽ. നേരത്തെ നടപ്പാലത്തിൽ താഴ്ഭാഗത്ത് കൂടി വളരെ ചെറിയ തോതിലായിരുന്നു 2 മണിക്ക് മുമ്പ് വരെ ഈ ഒരു പുഴ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിഭീകരമായിക്കൊണ്ട് അതിൻ്റെ എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ പുഴയിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു ജീവന്റെ കാര്യമാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ അവരുടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സാഹസികമായിക്കൊണ്ട് തന്നെ പശുവിനെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാല് കുടുങ്ങാൻ തന്നെയാണ് സാധ്യത. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ശക്തമായ ഒഴുക്കുണ്ട്. ഫൈസൽ പറഞ്ഞതുപോലെ പശുക്കളാണ് കുടുങ്ങിയിരിക്കുന്നത്. ഒരു കിടാവുണ്ടായിരുന്നു, അത് രക്ഷപ്പെട്ട് കയറി. ഇപ്പോൾ ഒരു പശു കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ അതിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ശക്തമായ ഒഴുക്കാണ് പുഴയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യമല്ല. മഴ കനക്കുന്നുണ്ട്. ഇപ്പോഴും മഴയാണെന്നാണ് അറിയുന്നത്. വലിയ ശക്തിയോടെ വരുന്ന വെള്ളമാണ്. പശു അവിടെ തടഞ്ഞ് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ ഒഴുക്കിൽപ്പെട്ടിരിക്കുകയാണ് പശു. ഒരു കിടാവും ഒഴുക്കിൽപ്പെട്ടിരുന്നു. പക്ഷേ കിടാവ് നീന്തി കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. ഇപ്പോൾ ഒരു പശുവാണ് ഈ കുത്തിയൊഴുകുന്ന പുഴയിൽ അകപ്പെട്ടിരിക്കുന്നത്. അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.